കഴിഞ്ഞ ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിൽ ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് 13 to 24 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻ 4 മാർക്ക് വീതമാണ്. അപ്പം ഇത് സയൻസ് ആയിക്കോട്ടെ കോമേഴ്സ് ആയിക്കോട്ടെ എല്ലാ കുട്ടികൾക്കും മാത്സ് പഠിക്കുന്ന +1 മാത്സ് പഠിച്ച എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കാരണം കൊമേഴ്സിനും സയൻസിനും മാത്സ് ടെക്സ്റ്റിനും ഒരു വ്യത്യാസമില്ല, ഫോക്കസ് ഏരിയയ്ക്കും അധികം വ്യത്യാസങ്ങളില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യാം കേട്ടോ. സെക്കൻഡ് പാർട്ടിൽ മീൻസ് 13 to 24 ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഏതെങ്കിലും 6 എണ്ണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീൻസ് 13ാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓപ്പൺ ഇൻ്റർവൽ 6-12ൻ്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതണം. അപ്പോൾ അവിടെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ് അത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മീൻസ് ഓപ്പൺ ഇൻ്റർവൽ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇൻക്ലൂഡഡ് അല്ല, ക്ലോസ്ഡ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇൻക്ലൂഡഡ് ആണ് അല്ലേ. അപ്പം അതെങ്ങനെ വരും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അപ്പം അവിടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്ത അതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ വരുന്നത് സബ്സെറ്റ്സ് ഓഫ് സെറ്റ് എ ബി സി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സബ്സെറ്റ്സ് എഴുതാൻ സിമ്പിൾ ആണ്. അപ്പം സബ്സെറ്റ് എഴുതാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് എം ടി സെറ്റും തന്നിരിക്കുന്ന സെറ്റും അതുപോലെ തന്നെ എഴുതുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ 5 എന്നുള്ളത് ഒരു സബ്സെറ്റാണ്. സെറ്റ് എ ബി സി എന്ന് പറയുന്നത് അടുത്ത സബ്സെറ്റാണ്. പിന്നെ സെറ്റ് ഓരോ എലമെൻറ്റ്സ് ഉള്ള ഓരോ സെറ്റുകൾ എഴുതുക. മീൻസ് സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. അത് കഴിഞ്ഞിട്ട് 2 എലമെൻറ്റ് വീതം ഉള്ളത് എഴുതുക. മീൻസ് സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി. അപ്പം ഇത്രയും സബ്സെറ്റുകളാണ് ഈ ഒരു സെറ്റിനുള്ളത്. അപ്പം നിങ്ങളിവിടെ ഒരു കാര്യം ഓർത്ത് വെക്കണം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 റേസ് ടു n ഓഫ് എ ആണ്. 2 റേസ് ടു n ഓഫ് എ. അപ്പം എയിൽ ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും? 2 റേസ് ടു 3. 2 റേസ് ടു 3 8 സബ്സെറ്റ്സ് ഇവിടെ ഉണ്ടോ എന്നുള്ളതൊരു കാര്യം നോക്കുക. അങ്ങനെ ആ 8 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മീൻസ് ഇത് എല്ലാം എഴുതിയിട്ടില്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. നമ്പർ ഓഫ് സബ്സെറ്റ്സിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞിട്ട് അതൊന്ന് എണ്ണി നോക്കിയാൽ മതി. കറക്റ്റ് അത്രയും എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റാണ്. അപ്പം ഇതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. 4 മാർക്കാണ്. ആദ്യത്തെ സബ് ക്വസ്റ്റ്യന് 1 മാർക്കും രണ്ടാമത്തെ സബ്സെറ്റ്സ് എഴുതുന്നതിന് 3 മാർക്കുമാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 2 സെറ്റുകൾ തന്നിട്ടുണ്ട്. ഒരു റിലേഷനും ആ സെറ്റ് എ ടു ബി ഒരു റിലേഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് സെറ്റ് 5 6 7, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 4 5 6. ഇനി നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ ഇങ്ങനെയാണ്. ആർ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2, എക്സ് ബിലോങ്സ് ടു എ, വൈ ബിലോങ്സ് ടു ബി. അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? മീൻസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാല്യൂസ് കൊടുത്തു നോക്കുക. മീൻസ് എക്സ് എവിടെ നിന്ന് എടുക്കണം? എന്ന് എടുക്കണം. വൈ എവിടെ നിന്ന് എടുക്കണം? ബി എന്ന് എടുക്കണം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് തുടങ്ങിക്കോ. എക്സ് ഈസ് ഈക്വൽ ടു 5 കൊടുക്കുമ്പോൾ വൈ ഇവിടെ റിലേഷൻ എന്താണ്? വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 കൊടുക്കുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു 5 മൈനസ് 2 3. അതുപോലെ നമ്മൾ ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ഇനി ഇവിടെ എക്സ് ഈക്വൽ ടു 5 6 7 ഇനി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എക്സിലെ എയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയേ ഉള്ളൂ? 5ഉം 6ഉം 7ഉം ഉള്ളൂ. അപ്പം 5ഉം 6ഉം 7ഉം കൊടുത്ത് നമുക്ക് ഏതൊക്കെയേ വരുള്ളൂ? 3 4 5 വരുള്ളൂ. ഓക്കെ ആണല്ലോ. പക്ഷേ ബിയിൽ ഒരു 6ഉം കൂടെ ബാക്കിയുണ്ട്. അത് ഈ ഒരു റിലേഷനിൽ വരികയില്ല. അപ്പം ഇതിൻ്റെ റിലേഷൻ നമുക്ക് എങ്ങനെ റിലേഷൻ്റെ റോസ്റ്റർ ഫോം എഴുതാൻ വേണ്ടിയിട്ടാണ്. റോസ്റ്റർ ഫോം എങ്ങനെ വരും? സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 5 3 6 4 7 5. ഇനി അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഡൊമൈനും റേഞ്ചും എഴുതാൻ വേണ്ടിയിട്ടാണ്. ഡൊമൈൻ എന്ത് വരും? ഡൊമൈൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഇൻ എ റിലേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് 5 6 7. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എ എന്ന് എഴുതിയാലും മതി. മീൻസ് എ സെറ്റ് ആണല്ലോ സെറ്റ് 5 6 7. ഇനി റേഞ്ച് എന്ന് പറയുന്നത് എന്താ? കളക്ഷൻ ഓഫ് സെക്കൻഡ് എലമെൻറ്റ്സ് ഇൻ എ റിലേഷൻ. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 3 4 5. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഏതൊക്കെ വരും? സെറ്റ് 3 4 5. ഇനി അത് കഴിഞ്ഞിട്ട് മീൻസ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സൈൻ 30 ഡിഗ്രി ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ ഓഫ് സൈൻ 30 ഡിഗ്രി നമുക്ക് സിമ്പിളായിട്ട് ഇതൊന്നും ഓർത്ത് വെക്കേണ്ട പോലും കാര്യമില്ല. കാൽക്കുലേറ്റർ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. സിമ്പിളായിട്ട് കാൽക്കുലേറ്ററിൽ നോക്കുക. സൈൻ 30 ഡിഗ്രി 1/2 0.5 എന്ന് കിട്ടും. 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എത്രയാണോ? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്.
ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മീൻസ് അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. സൈൻ 30 ഡിഗ്രി കണ്ടുപിടിക്കുന്ന 1 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. സോ സൈൻ 75 ഡിഗ്രി അടുത്തത് കണ്ടുപിടിക്കണം. അതിന് 3 മാർക്കാണ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ഓർക്കണം, ഒരു ക്വസ്റ്റ്യൻ്റെ 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യനായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ 75 ഡിഗ്രി ഉണ്ട് അല്ലേ, സൈൻ 75 ഡിഗ്രിയും സൈൻ 30 ഡിഗ്രിയും എങ്ങനെ നമ്മളാക്കും? നമ്മൾ സൈൻ 75 ഡിഗ്രി സൈൻ എ പ്ലസ് ബി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. 75 ഡിഗ്രീനെ 30 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി കൊടുക്കാൻ പറ്റും. അപ്പോൾ സൈൻ 30 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി, സൈൻ എ പ്ലസ് ബി എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ ഇവിടെ എക്ക് പകരം 30 ഡിഗ്രി, ബിക്ക് പകരം 45 ഡിഗ്രി. അപ്പോൾ സൈൻ 30 ഡിഗ്രി കോസ് 45 പ്ലസ് കോസ് 30 സൈൻ 45. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/2 ഇൻറ്റു 1/√2 പ്ലസ് √3/2 ഇൻറ്റു 1/√2. നമുക്ക് എത്ര വരും? 1/2√2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2√2 പ്ലസ് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3/2√2. അപ്പോൾ ആൻസർ എങ്ങനെ വരും? മീൻസ് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഒരുപോലെയാണ്. സോ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യുക. 1 + √3 ഡിവൈഡഡ് ബൈ 2√2 എന്ന് വരും. അപ്പം ഇതാണ് മീൻസ് ഇത് എന്താ പറയുക, സൈൻ 75 ഡിഗ്രി ഇതുപോലെ തന്നെ സൈൻ 15 ഡിഗ്രി കണ്ടുപിടിക്കാനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളൊരു കാര്യം പരിചയപ്പെട്ട് വെക്കുക. കാരണം ഇത് എല്ലാം കാണാപ്പാഠം പഠിക്കാനല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോയി കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക കോൺഫിഡൻസ് വരും. എല്ലാ ക്വസ്റ്റ്യൻസും മീൻസ് കുറേ അധികം ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റും, മീൻസ് ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വരും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിത് എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കാണുക കേട്ടോ. ഇനി അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പി ഓഫ് എൻ 1 + 3 + 3² + എക്സെട്ര + 3n-1 ഈസ് ഈക്വൽ ടു 3n-1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഒറ്റയടിക്ക് ഇവർ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? n = 1 മീൻസ് പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് n = 1 അപ്ലൈ ചെയ്യുക. അപ്പം n = 1 കൊടുക്കുമ്പം ഈ ഒരു ഇക്വേഷൻ്റെ മീൻസ് നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ n = 1 കൊടുക്കുമ്പോൾ 3 - 1 മീൻസ് 3 എനി നമ്പർ റേസ് ടു 0 എന്താണ്? 1 ആണ്. ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ n = 1 കൊടുക്കുമ്പോൾ വാല്യൂസ് എങ്ങനെ വരും? 1 വരും. ദാറ്റ് മീൻസ് പി ഓഫ് 1 നമുക്ക് ട്രൂ ആണെന്ന് കിട്ടും. മീൻസ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തു, മീൻസ് അതിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക വേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് 3 മാർക്കാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളത് നോക്കി ചെയ്യുക. അസ്യൂം പി ഓഫ് കെ ട്രൂ ആണ്. അപ്പം പി ഓഫ് കെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് എന്നിൻ്റെ സ്ഥാനത്തെല്ലാം കെ കൊടുത്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ദാറ്റ് ഈസ് പി ഓഫ് കെ എങ്ങനെ വരും? 1 + 3 + 3² + എക്സെട്ര + 3n-1 ഈസ് ഈക്വൽ ടു 3n-1 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് കെ + 1 ട്രൂ ആണെന്നാണ് അല്ലേ. പി ഓഫ് കെ + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ മീൻസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി റൈറ്റ് സൈഡിൽ എത്തിക്കണം. റൈറ്റ് സൈഡിൽ കെയുടെ സ്ഥാനത്ത് എല്ലാം എന്താവണം? കെ + 1 ആവണം. ഈ ഒരു കെന്റെ സ്റ്റേറ്റ്മെന്റിൽ കെന്റെ സ്ഥാനത്ത് എല്ലാം കെ + 1 ആവണം. അപ്പം ഈ കെ + 1 ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കെക്ക് പകരം കെ + 1 കൊടുക്കുമ്പോൾ എങ്ങനെയാവും എക്സ്പ്രഷൻ? 1 + 3 + 3² + എക്സെട്ര + 3n-1 - 1 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഈ 3n-1 - 1ന്റെ തൊട്ട് മുന്നിലുള്ള ടേം എങ്ങനെയായിരിക്കും? 3k - 1 ആയിരിക്കും അല്ലേ. 3k - 1 കഴിഞ്ഞിട്ടാണ് അടുത്ത ടേമാണ് 3k + 1 - 1. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എങ്ങനെ എഴുതി? 1 + 3 + 3² + എക്സെട്ര + 3k - 1 + 3k + 1 - 1. ഇനി ഇതിൻ്റെ അകത്ത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീൻസ് ടേംസ് എന്ന് പറയുന്നത് പി ഓഫ് കെ ആണ് അല്ലേ. പി ഓഫ് കെ ആണ്. ഈ പി ഓഫ് കെ ഈക്വൽ ടു എന്ത്? ഇവിടം വരെയുള്ള ടേം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? മീൻസ് ഇവിടം വരെയുള്ള ടേം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 3k - 1 ഡിവൈഡഡ് ബൈ 2. കാരണം പി ഓഫ് കെ ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3k - 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് അടുത്തത് ബാക്കി ഇവിടെ ഒരാളും കൂടി ഉണ്ട് 3k + 1 - 1. കാരണം ഇവിടെ എന്താ? സിൻസ് പി ഓഫ് കെ ട്രൂ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എങ്ങനെ വരും? 3k - 1 പ്ലസ് 2 × 3k + 1 - 1. 3k + 1 - 1 എന്നതാ? 3k ആണ്. അപ്പോൾ എങ്ങനെ വരും? 3k - 1 പ്ലസ് 2 × 3k ഹോൾ ഡിവൈഡഡ് ബൈ 2.
ഇനി ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3k ഉണ്ട്, 2 ഇൻറ്റു 3k ഉണ്ട്. മീൻസ് ഒരു 3kയും 2 3kയും കൂടെ ആഡ് ചെയ്യുന്നു. നമുക്ക് എത്ര കിട്ടും? 3 3k കിട്ടും അല്ലേ? 3 ഇൻറ്റു 3k -1 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്കറിയാം a⁻m ഇൻറ്റു a⁻n എന്താണ്? a⁻m+n ആണ്. അപ്പോൾ നമുക്കിവിടെ 3 ഇൻറ്റു 3k എന്ത് വരും? 3k+1 വരും. -1 ഡിവൈഡഡ് ബൈ 2. അതല്ലേ മീൻസ് ഇവിടെ കെയുടെ സ്ഥാനത്തെല്ലാം k+1 കൊടുത്തപ്പോൾ വന്നതല്ലേ ഈ ഒരു എക്സ്പ്രഷൻ? ഇങ്ങനെ തന്നെയല്ലേ വരേണ്ടത്? 3k+1 -1 ഡിവൈഡഡ് ബൈ 2. Therefore p of k+1 is true. Therefore p of n is true for all natural numbers. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു p of k+1 പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി എളുപ്പത്തിൽ എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ക്ലാസ് നിങ്ങളൊന്ന് എടുത്ത് കാണുക കേട്ടോ, ആവശ്യമുള്ളവർ. ഇനി അത് കഴിഞ്ഞിട്ട് മീൻസ് നമ്മളിപ്പം 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പാഠത്തിൽ നിന്നാണ് 5ാമത്തെ പാഠം. അപ്പോൾ ആദ്യത്തേത് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. i² = -1 ആണ്. മീൻസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 + 3i × 1 - i a + ib ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2 + 3i × 1 - i നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ് x + y × x + 2y നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഓരോ ടേമിനെയും ഓരോന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 1 - 2 × i + 3i × 1 3i -3i × i. ഇനി എന്ത് ചെയ്യുക? 2 × 1 2 -2i + 3i + i വരും. പ്ലസ് ഇവിടെ നോക്കിയേ i × i -1 വരും. ആ -1ഉം ഈ മൈനസും കൂടെ പ്ലസ് ആയി +3i. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 5 + i മീൻസ് വിച്ച് ഈസ് ഇൻ ദ ഫോം a + ib. അപ്പോൾ ഇത്രയും സിമ്പിൾ സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്, പക്ഷെ നിങ്ങൾക്കൊന്ന് നോക്കി വെക്കാം. മീൻസ് ഒരു എ പിയിൽ മീൻസ് 3 and 24 എന്ന് പറയുന്ന രണ്ട് ടേംസിൻ്റെ ഇടയ്ക്ക് 6 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് മീൻസ് 6 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം സച്ച് ദാറ്റ് ആ റിസൾട്ടിങ് സീക്വൻസ് എന്ന് പറയുന്നത് എ പിയിലായിരിക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുകയാണ് 3ക്കും 24നും ഇടയ്ക്ക് a1 a2 a3 a4 a5 a6 എന്ന് പറയുന്ന 6 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്തു സച്ച് ദാറ്റ് 3, a1 a2 a3 a4 a5 a6 24 ഈസ് ഇൻ എ പി. അപ്പോൾ നമുക്കിവിടെ മീൻസ് എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്നതാണ് അല്ലേ, കോമൺ ഡിഫറൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഇവിടെ a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 3 ആണ്. അതുപോലെ തന്നെ 8th ടേം നമുക്ക് മീൻസ് 6 ടേമും ഒരു 7, 8ാമത്തെ ടേമാണ് 24 അല്ലേ. അപ്പോൾ 8th ടേം 24, n = 8. അത് വെച്ചിട്ട് നമുക്ക് എ പിയുടെ സോൾവ് ചെയ്യാൻ പറ്റും. മീൻസ് 24 = 3 + 7 ഫസ്റ്റ് ടേം + 7 കോമൺ ഡിഫറൻസ് അല്ലേ. അതിൻ്റെ അത് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. കോമൺ ഡിഫറൻസ് d = 3. എന്നിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു a1 = a2 മീൻസ് a1 എന്ന് പറയുന്നത് 3നോട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നത്, a2 എന്ന് പറയുന്നത് 3നോട് 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നത്, a3 എന്ന് പറയുന്നത് 3നോട് 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇത്രയും സ്റ്റെപ്പ് മീൻസ് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക മറന്നു പോവാതെ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി പോവുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഫൈനലി a5 a6 വരെയുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. 4 മാർക്കാണ്. സിമ്പിളായിട്ട് ജസ്റ്റ് കാൽക്കുലേഷൻ ഈ ഒരു എ പിയുടെ ഇക്വേഷൻ മാത്രം നിങ്ങൾ 10th ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്നതാണ് എ പി. അപ്പോൾ ആ ഒരു എ പിയുടെ ഇക്വേഷൻ മാത്രം ഇവിടെ ഉപയോഗിച്ചാൽ മതി. ബാക്കിയെല്ലാം അഡീഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും ഒക്കെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് 19th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ പാഠത്തിൽ നിന്നാണ്. മീൻസ് ഒരു ഇക്വേഷൻ ഒരു ലൈൻ തന്നിട്ടുണ്ട് 3x - 4y + 10. അപ്പോൾ നമുക്കിതിൻ്റെ ലൈൻ ഇൻ്റർസെപ്റ്റ് ഫോം എഴുതണം. അപ്പോൾ ലൈൻ ഇൻ്റർസെപ്റ്റ് ഫോം എഴുതാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3x - 4y + 10 = 0. അപ്പോൾ ലൈൻ ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? x/a + y/b = 1. അതിൻ്റെ അകത്ത് a എന്ന് പറയുന്നത് x ഇൻ്റർസെപ്റ്റ്, b എന്ന് പറയുന്നത് y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷന് 3x - 4y + 10 ജസ്റ്റ് ഒന്ന് x/a + y/b എന്നുള്ള ഫോമിലേക്ക് എഴുതിയാൽ മതി. = 1 ആക്കണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3x - 4y + 10 = 0 നമുക്ക് എങ്ങനെ എഴുതാം? 3x - 4y = -10 എന്ന് എഴുതാം. അപ്പോൾ 3x - 10 3x ഡിവൈഡഡ് ബൈ -10 മീൻസ് -10 നമുക്ക് 1 ആക്കണം അല്ലേ. മീൻസ് റൈറ്റ് സൈഡിൽ നമുക്ക് 1 വരണം ഇൻ്റർസെപ്റ്റ് ഫോമിൽ. അപ്പോൾ -1 ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ -10നെ -10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ലെഫ്റ്റ് സൈഡ് നമുക്ക് -10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3x ഡിവൈഡഡ് ബൈ -10
4/-10 y ഈസ് ഈക്വൽ ടു 1. മീൻസ് നമുക്കിവിടെ എക്സ് ബൈ ഈ ഒരു 3 മുകളിലുള്ള 3നെ താഴോട്ട് പോകുമ്പോൾ -10/3 വരും അല്ലേ. അപ്പം x/-10/3 പ്ലസ് y/ മീൻസ് ഇവിടുത്തെ മൈനസും ഈ മൈനസും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് പ്ലസ് ആവും y/-10/4 ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ഓക്കെ, ഇവിടെ ഈ ഒരു മൈനസ് ഇല്ല, y/10/4 ഈസ് ഈക്വൽ ടു 1 കിട്ടും. ദെയർഫോർ നമ്മൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു x/a പ്ലസ് y/b, എക്സിൻ്റെ അടിയിലുള്ളത് എക്സ് ഇൻ്റർസെപ്റ്റും വൈൻ്റെ അടിയിലുള്ളത് വൈ ഇൻ്റർസെപ്റ്റും ആണ്. സോ നമുക്കിവിടെ എങ്ങനെ എക്സ് ഇൻ്റർസെപ്റ്റ് എത്ര കിട്ടും? -10/3 കിട്ടും. വൈ ഇൻ്റർസെപ്റ്റ് 10/4 കിട്ടും. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻ മീൻസ് സ്ട്രെയിറ്റ് ലൈൻസിൽ കുറച്ച് ഫോംസ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് YZ പ്ലെയിനിൽ എക്സ് കോർഡിനേറ്റ് എന്താണ്? YZ പ്ലെയിനിൽ എന്തായാലും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കുന്നതാണ്. 2 ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ YZ പ്ലെയിൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ വരിക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്, ആവശ്യമുള്ളവർ മാത്രം മീൻസ് ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മീൻസ് ഇതിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ആർ ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 points P of x1, y1, z1 and Q of x2, y2, z2 internally in the ratio m:n is given by mx2 plus nx1 divided by m plus n, my2 plus ny1 divided by m plus n, mz2 plus nz1 divided by m plus n. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു YZ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ k:1 റേഷ്യോയിൽ ഇത് means YZ plane divides a line segment joining 4, 8, 10, 6, 10, -8 at P of XYZ in the ratio k:1 എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതുകയാണ്. 4 + 6k divided by k plus 1, 8 + 10k divided by k plus 1, 10 - 8k divided by k plus 1. ഇത് എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? YZ പ്ലെയിനിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് കേട്ടോ അത്. സോ ഇതിൻ്റെ അകത്ത് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. 4 + 6k divided by k plus 1 = 0. അതിൻ്റെ അകത്ത് നമ്മൾ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നു. k = -2/3 എന്ന് കിട്ടും. k = -2/3 കിട്ടിക്കഴിഞ്ഞ് നമുക്ക് k:1 റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം YZ പ്ലെയിൻസ് AB എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ -2/3 കിട്ടിയോണ്ട് എക്സ്റ്റേണലി ആയിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. 2/3:1 ദാറ്റ് ഈസ് 2:3 റേഷ്യോയിലാണ് ഇത് ഇക്വേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. A to B മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ d/dx of 5 കോൺസ്റ്റന്റ് ടേമിൻ്റെ ഇത് 0 ആണ്. സോ A 3 മാച്ച് ചെയ്ത മീൻസ് ഞാൻ നേരെ ആൻസർ തന്നെയാണ് എഴുതിയേക്കുന്നത്. A 3 d/dx of x³ 3x², d/dx of 1/x എന്ന് പറയുന്നത് -1/x², d/dx of x² = 2x. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു അശ്രദ്ധ പോലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാൻ പാടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലില്ല, പക്ഷേ എല്ലാ വർഷവും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു നമ്പർ മീൻസ് റൂട്ട് നമ്പർ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ മാർക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചെയ്യുന്നത്? കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴിയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ √3 ഇറാഷണൽ അല്ല എന്നാണ് മീൻസ് √3 ഇറാഷണൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ തിരിച്ച് അസ്യൂം ചെയ്യണം √3 നോട്ട് ഇറാഷണൽ. √3 ഇറാഷണൽ അല്ലെങ്കിൽ നമുക്ക് √3നെ നമുക്ക് റാഷണൽ നമ്പർ ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? then there exists positive integers a and b such that √3 = a/b എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കിവിടെ √3 = a/b where a and b have no common factors. എയ്ക്കും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തു. ഇനി ഇവിടെ ഈ ഒരു രണ്ട് ഇക്വേഷന് √3 = a/b നെ സ്ക്വയർ ചെയ്യുമ്പം 3 = a²/b² കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് a² = 3b². a² = 3b² എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 3 divides a². 3 divides a² ആണെങ്കിൽ 3 divides a ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക്
3 divides a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then there exists an integer c such that a is equal to 3c എന്ന് എഴുതാൻ പറ്റും. ഇനി a is equal to 3c നെ നമ്മൾ മീൻസ് സ്ക്വയർ ചെയ്യാണ്. a square is equal to 9c square എന്ന് കിട്ടും. ആൻഡ് a square is equal to ഓൾറെഡി നമ്മുടെ കയ്യിൽ 3b square ഉണ്ട്. അപ്പം ഇത് രണ്ടും a square is equal to 9c square കിട്ടി, a square is equal to 3b square കിട്ടി. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. അപ്പം 3b square is equal to 9c square എന്ന് എഴുതി. അതിൻ്റെ അകത്ത് b square is equal to 3c square എന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു 3 divides b എന്ന്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് പറയും 3 divides b square. ദാറ്റ് ഈസ് b സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ എന്തായാലും b നെ ഡിവൈഡ് ചെയ്യും. സോ 3 divides b. Therefore 3 എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആണെന്ന് കിട്ടി. പക്ഷെ നമ്മളൊരു കാര്യം അസ്യൂം ചെയ്തായിരുന്നു എയ്ക്കും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാന്ന് അല്ലേ. അപ്പം നമ്മൾ അസ്യൂം ചെയ്തതിന് ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ടാണ് √3 ഇറാഷണൽ അല്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത് അല്ലേ. Therefore നമുക്ക് എന്ത് പറയാം, √3 is irrational. അപ്പോൾ ഇതേ മോഡലിലാണ് എല്ലാം. ഏത് √7 ഇറാഷണൽ ആണെന്ന് പറഞ്ഞാലും √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണെങ്കിലും എല്ലാം സെയിം രീതിയിലാണ് പോകുന്നത്. നമ്പേഴ്സ് മാത്രം ചെറിയൊരു വ്യത്യാസം അതിലാണ്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പ്രൂഫ് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീൻസ് 23ാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയുടെ പാഠത്തിൽ നിന്നാണ്. മീൻസ് ഇവൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. പി ഓഫ് എ 1/4, പി ഓഫ് ബി 1/2, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 1/8. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. ബി ഓഫ് എ യൂണിയൻ ബിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സിമ്പിളായിട്ട് ഈ ഒരു കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് കാൽക്കുലേഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈസ് ഈക്വൽ ടു നമുക്ക് 7/8 കിട്ടും. ഇനി അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. മീൻസ് നമ്മൾ എ കോംപ്ലിമെൻറ്റ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ് 1 മൈനസ് പി ഓഫ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/4 3/4 കിട്ടും. ഇനി പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിന് നമുക്ക് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാൻ പറ്റും. മീൻസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എങ്ങനെ വരും, 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് വരും. ദാറ്റ് ഈസ് 1 മൈനസ് 7/8 എന്ന് കിട്ടും. 1 മൈനസ് 7/8 എന്ന് പറയുന്നത് 1/8 ആണ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. സ്ട്രേറ്റ് ലൈൻസിന്റെ പാഠത്തിൽ നിന്നാണ്. നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്. x മൈനസ് 2y പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് ആദ്യത്തേത് വരുന്നത്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി y ഈസ് ഈക്വൽ ടു mx പ്ലസ് c രീതിയിൽ നമുക്ക് എഴുതണം അല്ലേ. അപ്പോൾ y ഈസ് ഈക്വൽ ടു mx പ്ലസ് സിയിൽ m ആണ് സ്ലോപ്പ് വരുന്നത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ 2y ഈസ് ഈക്വൽ ടു x പ്ലസ് 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു നമുക്ക് 1/2x പ്ലസ് 3/2 എഴുതാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്ന എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് m എത്ര കിട്ടും, 1/2 കിട്ടും. സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത് 1/2 കിട്ടും. ഇനി അതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റൻ ഒന്ന് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മീൻസ് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ എബവ് ലൈൻ. നമുക്ക് തന്നിരിക്കുന്ന ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതുപോലെ തന്നെ 1 - 2 എന്ന് പറയുന്ന പോയിന്റുമായിട്ട് അതിലൂടെ പാസ് ചെയ്യുന്നതുമായിരിക്കണം. അപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പ് എങ്ങനെയായിരിക്കണം, സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ സ്ലോപ്പ് ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പ് എത്ര കിട്ടിയിട്ടുണ്ട്, 1/2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ പ്രോഡക്റ്റ് -1 വരുന്ന രീതിയിൽ വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 1/2 ഇൻറ്റു m2 ഈസ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പം m2 ഈസ് ഈക്വൽ ടു നമുക്ക് -2 കിട്ടും. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് -2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു y ഈസ് ഈക്വൽ ടു mx പ്ലസ് സിൻ്റെ അകത്ത് y ഈസ് ഈക്വൽ ടു mx പ്ലസ് പി ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, 1 - 2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സിയുടെ വാല്യൂ ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് yക്ക് ഞാൻ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, എക്സിന് ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വരും, -2 ഈസ് ഈക്വൽ ടു m എത്രയാണ് നമുക്ക് കിട്ടിയത്, -2 ആണ് അല്ലേ. അപ്പോൾ -2 ഈസ് ഈക്വൽ ടു -2 പ്ലസ് സി. ഓക്കെ ആണല്ലോ. അപ്പം -2 ക്യാൻസലായി സി ഈസ് ഈക്വൽ ടു നമുക്ക് 0 കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി വൈയുടെ മീൻസ് എമ്മിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി -2. വൈയും എക്സും കണ്ടുപിടിക്കേണ്ട. ഇക്വേഷൻ എഴുതുമ്പോൾ വൈയും എക്സും അവിടെ വേണം. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും, y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി ആണ് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ -2, സിയുടെ വാല്യൂ 0. അപ്പോൾ y ഈസ് ഈക്വൽ ടു -2x പ്ലസ്
0. That is y plus 2x is equal to 0. ഇതാണ് നമുക്ക് വേണ്ട സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഇങ്ങനെ ഒന്ന് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു രണ്ടാമത്തെ സെക്ഷൻ മീൻസ് 4 മാർക്കിൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നിങ്ങൾ ഇത് ഓരോ ക്വസ്റ്റ്യൻസും ഒന്ന് എങ്ങനെ സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ച് കണ്ട് ഇത് മുന്നോട്ട് പോവാട്ടോ. നമ്മുടെ ഈ ഒരു സീരീസ് സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങളിത് കണ്ട് നിങ്ങൾ എന്താ പറയുക പഠിക്കണം, നിങ്ങൾ ഇംപ്രൂവ് ആകണം. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കി. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാട്ടോ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട്.